ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. എല്ലാ വർഷത്തെ പോലെയും നമ്മൾ ഈ വർഷം കാളിയാറോട് നേർച്ച വളരെ ഭംഗിയായി ആഘോഷിക്കാൻ അതിൻ്റെ കാര്യപരിപാടികൾ വിവരിക്കാനും ഉദ്യോഗസ്ഥലത്തിലും മറ്റു നിർദ്ദേശങ്ങൾ നൽകുവാനാണ് നമ്മളിവിടെ യോഗം ചെയ്യുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം 65ഓളം നേർച്ച വരവുകളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 65 പ്രാവശ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞാലാണ് ബാക്കി എത്ര പേരും കൂടി കൂടും കുറയും എന്ന് പറയാൻ പറ്റും. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മളെ IP അദ്ദേഹം ലീവിലാകാൻ അദ്ദേഹം പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ACP അദ്ദേഹം. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ DJ പരിപാടി. ഗവൺമെൻറ് അലോവ്ഡ് സൗണ്ട് മാത്രമാണ് ഉപയോഗിക്കുള്ളൂ എന്നാണ് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞത്. എങ്കിലും DJ ഇല്ലാത്ത പരിപാടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. DJ ഉണ്ടായാലാണ് ഒരു ഉഷാറുള്ളൂ ചെറുപ്പക്കാർക്കൊക്കെ എന്നുള്ളതും. അപ്പോൾ എന്തായാലും 10 മണി വരെ ആ ശബ്ദം നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ദൂരത്തുനിന്ന് വരികയാണ്, പഴയൂരിൽ നിന്ന് വരികയാണ്, മുളകരയിൽ നിന്ന് വരികയാണ്, അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നാലും 10 മണി ആവുന്ന എവിടെ വെച്ചാണോ അവിടെ വെച്ച് നമ്മൾ ഈ സൗണ്ട് സിസ്റ്റം ഓഫ് ചെയ്തിരിക്കും. അതിന് എല്ലാ വരവും നേർച്ച വരവിൻ്റെ ആൾക്കാരും പോലീസിനോട് സഹകരിക്കണം. ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പഴയൂർ ഭാഗത്ത് നിന്ന് വരുന്നത് ആലഞ്ചോടിൻ്റെ അപ്പുറത്താണ് പാർക്കിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 4 മണി വരെയാണ് നമ്മളെ ബസ്സുകൾ, വലിയ വാഹനങ്ങൾ അവിടെ നിങ്ങോട്ട് കടത്തി വിടുള്ളൂ. അതുപോലെ തന്നെ ചേലക്കര ഭാഗത്ത് വരുന്നത് പനകുട്ടി അപ്പുറത്തുനിന്ന് ആ പാടത്താണ് പാർക്കിംഗ് നിർദ്ദേശിക്കുന്നത്. അവിടെ നിന്നും 4 മണി കഴിഞ്ഞാൽ കാളിയാർ പള്ളിയുടെ ഭാഗത്തേക്ക് ഒരു വാഹനവും കടത്തിവിടില്ല. 4 മണി വരെ ബസ്, പിന്നെ ചെറു വാഹനങ്ങളൊന്നും 4 മണിക്ക് ശേഷം കടത്തിവിടില്ല. അപ്പോൾ പലരും വന്ന് പറയുന്ന ഒരു സംഗതിയാണ്, എൻ്റെ വീട് അപ്പുറത്താണ്, ഇപ്പുറത്താണ്, എനിക്ക് ഈ സാധനം കൊണ്ടണം, ആ സാധനം കൊണ്ടണം, മറ്റു കാര്യങ്ങളും വെച്ച്. എല്ലാ സംഘടന അതിൻ്റെ ഭാരവാഹികളും ശ്രദ്ധിക്കുക. 4 മണി കഴിഞ്ഞാൽ ഒരു വാഹനം അലൗഡല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി പറഞ്ഞാൽ 7 മണിക്കൂറാണ് നമ്മളുടെ ഈ മെയിൻ പാത ബ്ലോക്ക് ചെയ്തത്. അനവരതമായിട്ട് പാർക്ക് ചെയ്തത് കാരണം അതിനിടയിൽ 2 ആംബുലൻസ് കടന്നു പോകേണ്ട സാഹചര്യം വന്നു. ഞങ്ങൾ പോലീസിൽ എല്ലാവരും കൂടി പണിപ്പെട്ടിട്ടും സംഘാടകരും എല്ലാവരും കൂടിയിട്ടാണ് ആ ആംബുലൻസ് എങ്ങനെയൊക്കെയോ കടത്തിവിട്ടത്. അപ്പോൾ അത് സംഘാടകരും നാട്ടുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4 മണി കഴിഞ്ഞാൽ പഴയൂർ ഭാഗത്തുനിന്നും ചേലക്കര ഭാഗത്തും ഒരു വണ്ടി ഈ 2 പാർക്കിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിടില്ല. അത്രയും അത്യാവശ്യമുള്ളത് സംഘടനകൾ, ഭാരവാഹികൾ, കേന്ദ്ര കമ്മിറ്റി അവർ പറഞ്ഞിട്ട് അവർ നമ്മൾ പ്രത്യേക നിർദ്ദേശം തന്നാൽ മാത്രമേ കടത്തിവിടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മളെ ഓഫീസർ പറഞ്ഞു ആനയുടെ കാര്യം, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം കൂടി അദ്ദേഹം വിട്ടുപോയി. അതായത് ഭാരവാഹികൾ, ആനയുള്ള ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നത് അവരുടെ പാപ്പാന്മാർ ഒരിക്കലും മദ്യപിക്കുന്ന സാഹചര്യത്തിൽ കാണരുത്. പാപ്പാന്മാർ മദ്യപിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം 2-3 ഇഷ്യൂ ഉണ്ടായി. അത് പോലീസ് ഇടപെട്ടിട്ടാണ് നിർത്തിയത്. അപ്പൊ അതുകൊണ്ട് ഓരോ പാർട്ടികളും കൊണ്ടുവരുന്ന ആനയുടെ പാപ്പാന്മാർ മദ്യപിക്കുന്നില്ല എന്ന് അവരവരുടെ ഭാരവാഹികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അത് മസ്റ്റായിട്ട് നിങ്ങൾ നിർദ്ദേശം പാലിച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തത്, ഈ വരുന്ന 2 ഭാഗത്തു നിന്നും വരുന്ന നേർച്ചകൾ നമ്മളെ മെയിൻ പള്ളി ആ റോഡിൽ കമാനം കിട്ടിയാണ് വന്നിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അവർ പാടും. ആ പരിപാടി ഈ വർഷം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം 2 പാട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് പാട്ടാണെങ്കിലും കളിയാണെങ്കിലും 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നേർച്ചകൾ പള്ളിയുടെ ഈ വഴിയിലേക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പാടാൻ പാടില്ല, അത് പാടിക്കൊണ്ട് വരണം. എന്നിട്ട് നമ്മൾ ഈ ഖബർസ്ഥാനിൽ, അതായത് അപ്പം കൊടുക്കുന്ന ഭാഗത്ത് വന്നാൽ 5 മിനിറ്റ് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കളി, എന്തായാലും 5 മിനിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു തർക്കമുണ്ടായി. ഒരു പാട്ട് പാടി കഴിഞ്ഞ് അവരെവിടുന്നോ കൊണ്ടുവന്ന ഡഫ് മുട്ടുകാരാണ്, അവർക്ക് 10 മിനിറ്റ് കളിക്കണം, അനുവദിച്ചില്ല. അതിന് പിന്നെ പിണങ്ങിപ്പോയി സംഘടന.
കടയിൽ പോയാൽ പോലീസിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ഭംഗിയായി നടത്താം എന്നുള്ളതാണ് പോലീസിന്റെ നമ്മളെ കമ്മിറ്റിക്കാരുടെ എയിം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 8 മണിക്ക് ചേലക്കരയിൽ നിന്നും പഴയനൂരിൽ നിന്ന് വന്ന പോലീസുകാർ ഡ്യൂട്ടി എടുത്തിട്ട് തലേദിവസം 8 മണിക്കല്ല, പിറ്റേ ദിവസം പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് ഞങ്ങൾ പോയത് 8:15. നേരം വെളുത്ത് 8:15 പോയത്. അതുവരെ നേർച്ച വരെ ഉണ്ടായിരുന്നു. അത് 10-15 മിനിറ്റ് അവിടെ നിന്ന് പൊട്ടിയത് കാരണമാണ് നേരം വെളുത്തോളം പോകുന്നത്. അതായത് 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഡ്യൂട്ടിയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. അതുവരെ പള്ളിക്കാരും നമ്മളെ പ്രസിഡന്റ് അത് നിന്ന് ഉറങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊട്ടുകയോ പാടുകയോ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് 5 മിനിറ്റ്. പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറഞ്ഞ നേരത്തെ, പാർക്കിങ്ങിന്റെ 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് കടത്തിവിടില്ലാന്ന്. ഈ 4 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധമായിട്ട് വല്ല വണ്ടി, ഇപ്പൊ ഇഷ്ടംപോലെ വീടുണ്ട്, കാര്യങ്ങളുണ്ട്, ആ വീട്ടുകാർ ആദ്യം ശ്രദ്ധിക്കുക. അവിടെ ഇല്ലാത്തവർക്ക് പറഞ്ഞു മനസ്സിൽ കൊടുക്കുക. 4 വീലർ ഒരിക്കലും 4 മണിക്ക് ശേഷം പുറത്തെടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിപാടി സുഗമമായി നടത്തിക്കുന്നതിന് റോഡ് നമുക്ക് ഫ്രീ ആയിരിക്കും. ഈ റോഡ് ഫ്രീ ആകണമെങ്കിൽ എല്ലാ വണ്ടികളും ഒരാൾക്ക് പുറത്തിറങ്ങുന്ന ഒരു കാറും കൊണ്ടാണ്. അതേപോലെ എല്ലാ വീട്ടിലും ഇപ്പൊ കാറുണ്ട്, എല്ലാവരും ഓരോരുത്തരും കാറും കൊണ്ട് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് മാക്സിമം ഈ പാർക്കിങ്ങിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ സഹകരിക്കണം. പോലീസിനോട് കമ്മിറ്റിക്കാരോട് സഹകരിക്കണം. പിന്നെ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നമ്മൾ ഈ നേർച്ച വരുന്നത് ഒരു സൈഡ് ഒന്ന് ഒതുക്കി, ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്ന രീതിയിൽ നേർച്ച കൊണ്ടുവരുന്ന അത് വളരെ നന്നായിരിക്കും. കാരണം എല്ലാവരും പരന്നിട്ടാണ് വരുന്നത്. ആനയാണെങ്കിലും കൊട്ടാണെങ്കിലും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഒരു വണ്ടി പോകുന്ന സ്ഥലം എല്ലാ കമ്മിറ്റിക്കാരുടെ ഭാരവാഹികളും ശ്രദ്ധിക്കണം. അവര് അതിൻ്റെതായ ബാഡ്ജ് ധരിക്കണം. ആ ബാഡ്ജ് ധരിച്ചവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ള വണ്ടിക്കാരും ആൾക്കാരും കേൾക്കും. നിങ്ങൾ എല്ലാവരും വന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ബാഡ്ജ് ധരിക്കണം തീർച്ചയായിട്ടും. ആ ബാഡ്ജ് ധരിച്ചവർ വന്ന് ഒരു ഭാഗം, ഒരു സൈഡ് കവർ ചെയ്ത് പോകാൻ പറയണം. നമ്മൾക്ക് നേർച്ച മാത്രമല്ല, പല അത്യാവശ്യ കാര്യങ്ങൾക്കും പല ആൾക്കാരും റോട്ടിലിറങ്ങുന്നു. ഇതിൽ കൂടെ കടന്നു പോകുന്ന പല ആൾക്കാരുണ്ടാവും. നേർച്ച അറിയാതെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് സഹകരിക്കണം. എല്ലാവിധ സഹകരണങ്ങളും പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഞങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും വേണമെങ്കിൽ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനായിട്ടും പഴയന്നൂർ പോലീസ് സ്റ്റേഷനായിട്ടും ചേലക്കര പോലീസ് സ്റ്റേഷനായിട്ടും ഭാരവാഹികൾ കോൺടാക്ട് ചെയ്യണം. ഇത്രയാണ് പോലീസിന്റെ ഭാഗത്ത് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.